ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് നമ്മൾ ചിക്കനെ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ചുക്ക എന്നാണ് ഡിഷിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, വലിയുള്ളി 4 എണ്ണം, തക്കാളി 2 എണ്ണം, കറി ലീവ്സ് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് വലിയുള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മൾ മുറിച്ച് വെച്ചതിൻ്റെ 1/4 ഭാഗം ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സവാള ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് 1/4 ഭാഗം ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്കൊരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. ചിക്കൻ നന്നായി സെറ്റായതിനു ശേഷം അത് കുക്ക് ചെയ്യാൻ വേണ്ടി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഈ കറിയിൽ തീരെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ കുക്ക് ചെയ്തപ്പോഴേക്കും വെള്ളം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.